ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏതാനും ഊർജ്ജ സ്രോതസ്സുകൾ ചുവടെ നൽകുന്നു. കൽക്കരി, പെട്രോളിയം, ബയോമാസ്, ആണവോർജ്ജം. ബ്രൗൺ എനർജി വിഭാഗത്തിലുള്ളവ ഏതൊക്കെയാണ്? ആൻസർ 1, 2, 4 ബ്രൗൺ എനർജി വിഭാഗത്തിൽ പെടുന്നത്. കൽക്കരിയും പെട്രോളും ആണവോർജ്ജവുമാണ് ബ്രൗൺ എനർജി വിഭാഗം. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ദൂരം എത്രയാണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ദൂരം എത്രയാണ്? ആൻസർ പ്രകാശം 8.5 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. പ്രകാശം 8.5 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. 3. സൂര്യൻ്റെ അന്തരീക്ഷമായി കണക്കാക്കപ്പെടുന്ന മേഖലകൾ ഏവ? സൂര്യൻ്റെ അന്തരീക്ഷമായി കണക്കാക്കപ്പെടുന്ന മേഖലകൾ ഏവ? ആൻസർ വർണ്ണമണ്ഡലവും കൊറോണയുമാണ് സൂര്യൻ്റെ അന്തരീക്ഷമായി കണക്കാക്കപ്പെടുന്ന മേഖല. വർണ്ണമണ്ഡലവും കൊറോണയും. 4. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ വനേഡിയം പെൻഡോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. വനേഡിയം പെൻഡോക്സൈഡ്. 5. ഏത് ലവണത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? ഏത് ലവണത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? ആൻസർ നൈട്രേറ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നൈട്രേറ്റുകൾ. 6. ഏതാനും പകർച്ചവ്യാധി രോഗങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നു. കോവിഡ്-19, ക്ഷയം, പ്ലേഗ്, വസൂരി. മഹാമാരികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ആൻസർ 4 മഹാമാരിയിൽ പെടുന്നവയാണ്. കോവിഡ്-19, ക്ഷയം, പ്ലേഗ്, വസൂരി 4 മഹാമാരികളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. 7th ക്വസ്റ്റ്യൻ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഏതിനം സൂക്ഷ്മജീവിക്ക് ഉദാഹരണമാണ്? വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഏതിനം സൂക്ഷ്മജീവിക്ക് ഉദാഹരണമാണ്? ആൻസർ ഫംഗസിന് ഉദാഹരണമാണ് കരിമ്പൻ. ആൻസർ ഫംഗസ്. 8. മണ്ണിൽ നിന്ന് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ടെറ്റനസ്. ആൻസർ ടെറ്റനസ്. 9. DPT വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? DPT വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. DPT വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. 10. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്? ആൻസർ 295 ഗ്രാം പച്ചക്കറികൾ. ആൻസർ 295 ഗ്രാം. 11. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതികൾ ഏതെല്ലാം? ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ. ആൻസർ എല്ലാം ശരിയാണ്. ഈ 4 കൃതികളും മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ്. 12. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുടെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ വാഗ്ഭടാനന്ദൻ. ആൻസർ വാഗ്ഭടാനന്ദൻ. 13. വില്യം ലോഗൻ കമ്മീഷന്റെ അന്വേഷണ വിഷയം ഏതായിരുന്നു? വില്യം ലോഗൻ കമ്മീഷന്റെ അന്വേഷണ വിഷയം ഏതായിരുന്നു? ആൻസർ മലബാറിലെ കാർഷിക പ്രശ്നങ്ങൾ. ആൻസർ മലബാറിലെ കാർഷിക പ്രശ്നങ്ങൾ. 14. വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടെയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ്? ആൻസർ 1925 നവംബർ 23. 15. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരത്തിൻ്റെ ഭാഗമായി നടന്നതാണ്? കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരത്തിൻ്റെ ഭാഗമായി നടന്നതാണ്? ആൻസർ മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരം. ആൻസർ മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരം.
16. ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപുമായി തീരമില്ലാത്ത സമുദ്രം അഥവാ കടൽ ഏതാണ്? ആൻസർ ചെങ്കടലാണ്. ആൻസർ ചെങ്കടൽ. 17. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പൂർവഘട്ടം, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ആൻസർ 2, 3, 4. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവ. 18. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആൻസർ ആസം മലനിരകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ആസം മലനിരകൾ. 19. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ജയ്സാൽമിർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ജയ്സാൽമിർ. 20. വളർച്ചയ്ക്ക് വളരെ മിതമായ അളവിൽ മാത്രം ജലം ആവശ്യമായ വിളയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബജ്ര, റാഗി, ജോവർ, ചണം. ആൻസർ ചണം. ആൻസർ ചണം. 21. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്നാണ്? ആൻസർ 1949 നവംബർ 26. 1949 നവംബർ 26. 22. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏതു രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ആൻസർ ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. 23. ഭരണഘടനയുടെ പട്ടിക 10ന്റെ പ്രതിപാദ്യം എന്താണ്? ഭരണഘടനയുടെ പട്ടിക 10ന്റെ പ്രതിപാദ്യം എന്താണ്? ആൻസർ കൂറുമാറ്റ നിരോധന നിയമം. ആൻസർ കൂറുമാറ്റ നിരോധന നിയമം. 24. ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. നോക്കാം. ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അത് അംഗീകരിക്കപ്പെട്ട തീയതി. ഇവ 3ഉം ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളാണ്. 25. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ബംഗാളും ബീഹാറും. ആൻസർ ബംഗാൾ, ബീഹാർ. 26. രാജ്മഹൽ കുന്നുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണ്? ആൻസർ സന്താൾ കലാപം. ആൻസർ സന്താൾ കലാപം. 27. ചുവടെ പറയുന്നവയിൽ ഗോത്രവർഗ കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഡെക്കാൻ കലാപം. ഗോത്രവർഗ കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് ഡെക്കാൻ കലാപം. 28. 1857 കലാപം വിവിധ പ്രദേശങ്ങളിൽ നയിച്ചവരുടെ പട്ടിക നൽകിയിട്ടുള്ളതിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. റോങ് ഓപ്ഷൻ ഫൈസാബാദ് ബീക്കം ഹസ്രത്ത് മഹൽ അല്ല, മൗലവി അഹമ്മദുള്ളയാണ്. 29. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ 1ഉം 2ഉം മാത്രമാണ് ശരി. സംബാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറുമാണ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ. 30. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു?
ആൻസർ മൗണ്ട് ബാറ്റൻ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. 31 സ്വാതന്ത്ര്യാനന്തരം ഏതു നാട്ടുരാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തിയ ഭീകരസേനയാണ് റസാഖർമാർ? ആൻസർ ഹൈദരാബാദ്. ആൻസർ ഹൈദരാബാദ്. 32 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 ജനുവരി 25. 33 1959 ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ദലൈലാമ ഏതു പ്രദേശത്തെ ആത്മീയ നേതാവായിരുന്നു? ആൻസർ ടിബറ്റിലെ ആത്മീയ നേതാവായിരുന്നു ദലൈലാമ. ടിബറ്റ്. 34 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഷിംല കരാറിൽ ഒപ്പിട്ടത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഷിംല കരാറിൽ ഒപ്പിട്ടത്? ആൻസർ ഇന്ത്യ പാകിസ്ഥാൻ. ഷിംല കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യ പാകിസ്ഥാൻ. 35 വലുപ്പത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? വലിപ്പത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ആൻസർ 21-ാം സ്ഥാനം. ആൻസർ 21-ാം സ്ഥാനം. 36 150 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ആൻസർ 1, 2, 3, 4. ഇവ 4ഉം 150 കിലോമീറ്ററിൽ നീളമുള്ള കേരളത്തിലെ നദികളാണ്. 37 കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും കൂടുതൽ നദികളുടെ പതനസ്ഥാനം ഏതാണ്? ആൻസർ അറബിക്കടലാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും കൂടുതൽ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. 38 വേമ്പനാട്ടുകായൽ കേരളത്തിലെ 3 ജില്ലകളിലായി വ്യാപിച്ചിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ. ആൻസർ തൃശ്ശൂരാണ്. ആൻസർ തൃശ്ശൂർ. 39 ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ആൻസർ ശാസ്താംകോട്ട തടാകമാണ്. ആൻസർ ശാസ്താംകോട്ട തടാകം. 40 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, ഇ കെ നായനാർ എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ആൻസർ പയ്യാമ്പലം ബീച്ച്. ആൻസർ പയ്യാമ്പലം ബീച്ച്. താങ്ക് യു.